അപ്പോൾ അമ്മച്ചി കൊച്ചു പോയിട്ട് വാന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ എന്നിട്ട് വാതിലൊക്കെ നോക്കി, എന്താ ടീച്ചറേ ഇതെന്താ ഇവിടെ ഇങ്ങനെ അല്ലല്ലോ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴാണ് ഈ കൊച്ചിന് വ്യത്യാസം മനസ്സിലായത്. വേഗം ഞാൻ ഓടി വന്നു, എന്നെ വിളിച്ചു. ഞാൻ വന്നപ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ ഒരു ഓർമ്മയില്ലാതെയൊക്കെ കിടക്കുന്നു, നേരെ നോക്കുന്നില്ല ഞാൻ വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ തകർന്നു പോയി, വല്ലാതെ തകർന്നു പോയി. വേഗം ഞാൻ കാശ് രൂപ എടുത്ത് ഇവൻ്റെ നെഞ്ചത്ത് വെച്ച് ഉടമ്പടി തൈലം വായിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് തിരി കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് ഞാൻ ചൊല്ലി. ഞാനും എൻ്റെ അനിയത്തി അമ്മച്ചിയും കൂടി ശക്തമായിട്ട് പ്രാർത്ഥന ചൊല്ലി. അത് കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയി. പോകുന്ന വഴി തന്നെ അവൻ നോർമലായി തുടങ്ങി. അവിടെ ആശുപത്രിയിൽ ചെന്നതിന് ശേഷം എൻ്റെ ടെൻഷൻ കണ്ടിട്ട് അവർ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിരുന്നു. വിഷമിക്കേണ്ട, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തു, ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അതിനുശേഷം എൻ്റെ അടുത്തിരുന്ന ഡോക്ടർ വീണ്ടും വന്ന് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഈ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല.